Hi all, welcome back to Fabulous Life. How to overcome negative thoughts. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണല്ലേ ഇത്. എങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സിനെ മറികടക്കുക? എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെയാണ് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ? ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അത് നിങ്ങളോട് ഞാൻ നേരിട്ട് പേഴ്സണലായി സംസാരിക്കുകയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കിപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരു പുസ്തകം എടുക്കുക, ഒരു പേന എടുക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളുണ്ട്? ലൈഫ് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പാർട്ട് മാത്രം എടുക്കുക. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ ജോലി, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് അതൊന്ന് പേപ്പറിലേക്ക് എഴുതുക. പേപ്പറിലേക്ക് എഴുതാൻ പറയുന്ന കാര്യങ്ങൾ എഴുതാതെ ക്ലിയർ ആവില്ല കേട്ടോ. മടിച്ച് നിൽക്കാതെ പേപ്പറിലേക്ക് നിങ്ങളുടെ ചിന്തകൾ എഴുതുക. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെക്കാം, എന്നിട്ട് എഴുതാം. ഈ എഴുതിയ ചിന്തകൾ നിങ്ങൾക്ക് നൽകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ്? നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? ഡിസ്ഗസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്തൊക്കെ ഇമോഷൻസാണ് നിങ്ങൾക്ക് വരുന്നത്? അതൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് അതൊന്ന് പരിശോധിക്കുക. എൻ്റെ ലൈഫ് തീർന്നു, എൻ്റെ വിധി, എന്നെ ഒന്നിനും കൊള്ളില്ല. ശരിക്കും ലൈഫ് തീർന്നോ? ശരിക്കും ഒന്നിനും കൊള്ളില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? നിങ്ങൾ ശരിക്കും എത്ര കഴിവുള്ളൊരു വ്യക്തിയാണ്? ലൈഫിലെ പല പ്രശ്നങ്ങളും കൊണ്ടും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പുറകോട്ടായി പോയിട്ടുണ്ടാവാം. ശരിക്കും ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ദിവസം പോയി. സത്യമാണോ? നിങ്ങളുടെ ദിവസം പോയോ? തീർന്നോ? നമുക്ക് ഓരോ മൊമെൻറ്റും നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളോട് ആവർത്തിച്ച് എന്താണോ പറയുന്നത് അതുപോലെ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അല്ലേ? നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ലൈഫിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അങ്ങോട്ട് ഓരോ തവണ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്തും ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, തിരിച്ച് സ്വന്തത്തോട് ചോദിക്കുക, ഇത് സത്യമാണോ? നിങ്ങൾ ഒരുപാട് കാലമായി ഈ നെഗറ്റീവ് ചിന്തയിൽ ജീവിക്കുകയാണെങ്കിൽ, ഈ ഒരു ഓവർ തിങ്കിങ് എന്നുള്ളത് ശീലമായിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നെഗറ്റീവിൽ ജീവിക്കാൻ തന്നെ ആയിരിക്കും ഇഷ്ടം കൂടുതൽ തോന്നുക. കംഫർട്ടബിൾ ആയിരിക്കില്ല പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഡയലോഗ്സ് ഉള്ളിൽ പറയുന്നതൊന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ നമുക്കെപ്പോഴും ട്രൈ ചെയ്യാം അല്ലേ? ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ സ്വന്തത്തോട് ഈ ഒരു ചോദ്യം മാത്രം ചോദിക്കുക, സത്യമാണോ? ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഇത് ശരിയാണോ എന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുക. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കിയെടുക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ മെല്ലെ മെല്ലെ മാത്രം മാറ്റങ്ങളിലേക്ക് ഇറങ്ങുക. ഒരൊറ്റ ചിന്ത കൊണ്ട് എല്ലാം മാറും എന്നല്ല, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, മെല്ലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളോട് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരിൽ നിന്നും ആ നല്ല സംസാരം പ്രതീക്ഷിക്കാൻ കഴിയോ? നമ്മളല്ലേ നമ്മളോട് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കേണ്ടത്? ഈ ഒരു വീഡിയോയിൽ ഈ ഒരൊറ്റൊരു പോയിന്റ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചെറിയൊരു കാര്യം, ഓവർ തിങ്കിങ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പുറത്ത് കടക്കാൻ സഹായിക്കുന്ന ഒരു ടൂള്. ഇത്രയും ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ കാരണം വളരെ ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സമാധാനക്കുറവുണ്ട്. അതുകൊണ്ടാണ്. അടുത്ത ആഴ്ച പുതിയ വീഡിയോ വരുന്നത് വരെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക. സ്വന്തത്തോട് നല്ലത് സംസാരിക്കുക.
പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെ നിങ്ങൾക്ക് നേരെ പോസിറ്റീവാക്കിയും എഴുതാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കും. പക്ഷേ ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്വന്തത്തോട് എപ്പോഴും തിരിച്ച് ചോദിക്കുക, സത്യമാണോ? ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? നമ്മൾ ചിന്തിക്കുന്നതൊക്കെയും സത്യമാവണം എന്നില്ല, അല്ലേ? സത്യമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് കൊടുക്കാം. എനിക്കിനിയും സമയമുണ്ട്, എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഇതെൻ്റെ ലൈഫാണ്, ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, ഞാൻ ട്രൈ ചെയ്യും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടെത്തുക. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നന്ദി പറയാനുള്ള കാര്യങ്ങൾ, ദൈവത്തോട് നന്ദി പറയാനുള്ള കാര്യങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ടാവും, അല്ലേ? അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് തുടങ്ങുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വരും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? സെൽഫ് എസ്റ്റീം കൂട്ടാനുള്ള വഴികളായിരുന്നു ലാസ്റ്റ് ഷെയർ ചെയ്തത്, അല്ലേ? അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്താലും ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയും. ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഈ 2025 ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എത്ര ട്രൈ ചെയ്തിട്ടും എവിടെയും എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് പേര് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 1 വരെ എൻ്റെ മെസ്സേജുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ സ്റ്റാറ്റസിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു ട്രെയിനിങ്ങിലായിരുന്നു. ട്രെയിനിങ് പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് സബ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ബിസിയാണ്. അപ്പോൾ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക. ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും. വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താഴെ കൊടുത്ത നമ്പറിലേക്ക്, ഇതുവരെ കോൺടാക്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.